ഞങ്ങൾ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഡിഗ്രി അടുത്ത് നമുക്കിപ്പോൾ ഇവിടെ തണുപ്പായിട്ടുണ്ട്. പിന്നെ മൊത്തം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു 8 സീറ്റർ, അതായത് 7 സീറ്റർ അല്ല 8 സീറ്റർ. അപ്പോൾ ഒരുപാട് പേർക്ക് 8 സീറ്റർ മേടിക്കാൻ താല്പര്യമുണ്ട്, വൈറ്റ് കളറിൽ. അപ്പം ഇത് പ്രൈവറ്റ് ഗാഡിയാണ്, അതായത് പ്രൈവറ്റ് ആണ് വരുന്നത്. ഇത് വരുന്നത് 2016 വരുന്ന രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. അപ്പം ഫസ്റ്റ് ഓണറിൽ സിംഗിൾ ഓണറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് തന്നെ തിരിച്ചു വരാം. പിന്നെ ഇപ്പം കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ജെനുവിൻ, അതായത് ഇപ്പോൾ എങ്ങനെയാണ് കണ്ടീഷൻ അതേപോലെയാണ്. നിങ്ങൾ ഈ പൊടിയെ കാര്യങ്ങളൊന്നും നോക്കണ്ട, അതായത് അത്ര നീറ്റ് ആൻഡ് വെൽ നീറ്റായിട്ടുള്ള വണ്ടിയാണ്. പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുവാണ്. അതെന്ന് വെച്ചാൽ ഒരുപാട് എൻക്വയറി വന്നായിരുന്നു, ആരെയാണ് കോൺടാക്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. അതെന്ന് വെച്ചാൽ ഒരുപാട് എൻക്വയറി വന്നുകൊണ്ട് നമുക്ക് കുറേ പേരെ മിസ്സായി പോകുന്നുണ്ട്. അപ്പം വേണ്ടവരെല്ലാം ഈ വീഡിയോ കണ്ട ശേഷം നമുക്ക് മെസ്സേജ് അയക്കുവാണ് ഡീറ്റെയിൽസും. അപ്പം ആദ്യം ആരാണോ ടോക്കൺ തരുന്നത് അവർക്കാണ് വണ്ടി സ്വന്തം. അതായത് ഇപ്പോൾ 2-3 ദിവസം പേയ്മെൻറ്റ് എടുത്ത ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ടോക്കൺ മണി ആര് തരുന്നോ അവർക്കാണ് വണ്ടി സ്വന്തം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇതിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ പെയിൻറ്റിൽ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്, അതായത് മെയിൻ ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ്സുകൾ മുഴുവനും ഒറിജിനലാണ്. നിങ്ങൾക്ക് കോഡടക്കം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കോഡും സെയിം ആണ്, എല്ലാ കോഡും. പിന്നെ ഡോർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അഡീഷണൽ ഒരു ഇത് പിടിപ്പിച്ചിട്ടുണ്ട്. ടയോട്ടയുടെ ശമ്പളം വെച്ചിട്ടുള്ള അഡീഷണൽ ഒരെണ്ണം പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഡോറ് പുറത്ത് പോയി മുട്ടായിരിക്കാനുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അടിയിൽ നമുക്ക് ചവിട്ടി കയറാൻ വേണ്ടിയുള്ള ഫുഡ് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. മുകളിലൊരു എക്സ്ട്രാ സീലിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ടയോട്ടയുടെ എംബ്ലത്തോടു കൂടിയുള്ളതാണ്. അപ്പം അത്ര മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയുടെ വണ്ടിയാണ്. അതായത് വിദേശത്തുള്ള ടീമാണ്, അതായത് നമുക്ക് ഇപ്പം കിട്ടിയേക്കുന്നത് വിദേശത്തുള്ള പാർട്ടിയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയറിലെ കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റെയിൻ ആണ്. 8 സീറ്ററാണ് വരുന്നത്. ഇത് എക്സ്ട്രാ കവർ ആഡ് ചെയ്തേക്കുന്നതാണ്, അതായത് നല്ല ക്വാളിറ്റിയുള്ള ലെതറിൻ്റെ കവറ്, നല്ല കളറുമാണ്, ബ്ലാക്കിലാണ് വരുന്നത്. അതുകൊണ്ട് നല്ല ഷൈനിങ്ങുമാണ്. നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. പിന്നെ ഈ ചവിട്ടി നിൽക്കുന്നതൊക്കെല്ലാം നമ്മളെ ചെളികളാണ്, അല്ലാതെ ഇത് അത്ര ഒന്നും വാഷും കൂടെ ചെയ്താൽ അത്ര നീറ്റാണ് വണ്ടി. പിന്നെ ഇതിൻ്റെ ഡോറ് കാര്യങ്ങളിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഇതിൻ്റെ ഡോറ് കാര്യങ്ങൾക്ക് എല്ലാം വരുവാണെങ്കിൽ പേസ്റ്റിങ്, ഇതിൻ്റെ റബ്ബറിങ്, ഇവിടുത്തെ റബ്ബർ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. നമ്മൾ പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പം എല്ലാം ഒറിജിനലായിട്ടാണ്. അത്ര ക്വാളിറ്റി തന്നെയാണ് ഈ കസ്റ്റമർ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രാ ക്യാഷ് കാർഡ് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അടിയിൽ മറ്റേ ഡോറിന്, അതായത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ബമ്പറിനോട് ഇൻക്ലൂഡ് ആയിട്ട് അങ്ങനത്തെ എക്സ്ട്രാ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നതാണ്. ലൈറ്റ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് വന്ന സെയിം ഒറിജിനലാണ്, ഇത് എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ക്രോം ഫിനിഷിങ്, അതായത് ഇത് അത്യാവശ്യം ഒരു 3000, 3500 രൂപ, 4000 രൂപ റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതാണ്. നല്ലൊരു ബാക്ക് സൈഡിൽ നിന്ന് നല്ലൊരു ലുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ ബാക്ക് സൈഡിലെ ഡോറും ഒറിജിനലാണ്. അതിൻ്റെ കോഡ് കാര്യങ്ങൾ, സീല് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. ഇതിൻ്റെ ഡിക്കി അടക്കം ഒറിജിനലാണ് വരുന്നത്. ഇതാ ഡിക്കി കാര്യങ്ങളും അതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. അതിൻ്റെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയറിലാണെങ്കിലും വെൽ മെയിൻറ്റെയിൻ ആണ്. ഇൻറ്റീരിയറിനെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഫ്രണ്ട് വശം നിങ്ങളെ എടുത്ത് കാണിക്കാം. അത്ര മെയിൻറ്റെയിൻ ആയിട്ടാണ് ഇത് കീപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അത് ജാക്കി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാണ്. എല്ലാ സാധനവും ഇതിന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിലേക്ക് നമുക്ക് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ്. ഗ്ലാസ് കാര്യങ്ങൾ, അതായത് നമ്മുടെ നാട്ടിലുള്ളവർ മെയിനായിട്ട് നോക്കുന്ന ഗ്ലാസ് കാര്യങ്ങൾ. അപ്പം ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഈ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. നല്ല ഫിനിഷിങ് കാര്യങ്ങൾ, അതായത് കമ്പനിയിൽ നിന്ന് കിട്ടിയ അതേ ഡോറ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ എക്സ്ട്രാ ഫിറ്റിംഗ് ഉള്ളതുകൊണ്ട് അധികം ചെളിയോ കാര്യങ്ങളോ ഡസ്റ്റോ ഒന്നും നമുക്ക് ഇതാവുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ ഓടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ 1,20,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി, അതായത് നിങ്ങൾക്ക് ഒരുപാട് ഓടിയിട്ടുള്ള വണ്ടികൾ ഇപ്പോൾ വൈറ്റ് കാണുമ്പോൾ നമ്മൾ ഒരുപാട് പേര് ടാക്സി കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇത് ടാക്സി കാര്യങ്ങളൊന്നുമില്ല, ജെനുവിൻ ഒരു പാർട്ടിയുടെ അടുത്ത് വിദേശത്തുള്ള ടീമിൻ്റെ അടുത്ത് ഇരിക്കുന്ന വണ്ടിയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടാണ്. അതായത് 4 സൈഡും പെർഫെക്റ്റ് ആണ്. അതിൻ്റെ ടോപ്പ് ആണെങ്കിലും
എന്താ ഒരു ചളുക്കോ കാര്യങ്ങൾ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അത്ര നീറ്റാണ്. നമുക്കിത് ബോണറ്റും കൂടെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എൻജിനും കൂടെ നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്, ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഓവറോൾ വ്യൂ, അതായത് ടോട്ടൽ 100% ജെന്യുവൻ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പം നമ്മൾ ബോണറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ബോണറ്റ് കാര്യങ്ങൾ അതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒറിജിനലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് വരുന്നത്. ഇത് ഫുള്ള്, അതായത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് എൻജിനും കാര്യങ്ങൾ. ജസ്റ്റ് നിങ്ങളൊന്ന് സ്റ്റാർട്ടാക്കി കൂടെ കാണിച്ചു തരാം. അപ്പം ഇത് വണ്ടി നല്ല സ്മൂത്ത് റണ്ണിങ് ആണ്. എൻജിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തിലാണ് വരുന്നത്. അപ്പോൾ എൻജിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചു. നിങ്ങൾക്ക് അങ്ങനത്തെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്ത A to Z ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ് വരുന്നത്. അപ്പം നമ്മൾ ടയേഴ്സിൻ്റെ കാര്യത്തേക്ക് ഇനി വരുവാണെങ്കിൽ ഇത് യോക്കോഹാമയുടെ ന്യൂ ടയേഴ്സാണ് കിടക്കുന്നത്. അതായത് 100% തന്നെ നിങ്ങൾക്ക് ടയർ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. ഇത് ബാക്ക് സൈഡിലാണെങ്കിൽ 4 ടയർ നമുക്ക് യോക്കോഹാമയുടെ ടയേഴ്സാണ് വരുന്നത്. എല്ലാ 4 ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്ട്രാ ഈ വണ്ടിക്ക് എത്രയാണോ എമൗണ്ട് വരുന്നത് അതല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല. നിങ്ങൾക്കൊരു ഉപജീവന മാർഗ്ഗമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് 8 സീറ്റർ നാട്ടിൽ നിങ്ങൾക്ക് ടാക്സി ആയിട്ട് ഓടാൻ വേണ്ടി ബെസ്റ്റ് ഓപ്ഷനാണ്. 8 സീറ്ററിൽ ഒരുപാട് പേര് എൻക്വയറി ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് നമ്മളെ അടുത്ത് വണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തുള്ള പുതിയ അപ്ഡേറ്റുകളും ഇതേപോലത്തുള്ള നീറ്റും കണ്ടീഷനായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടികൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയുകയാണ്. 2016 വരുന്ന 1,20,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർ 8 സീറ്ററാണ് വണ്ടി വരുന്നത്. വൈറ്റ് കളറാണ് ഒരുപാട് പേര് തപ്പി നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് 12,90,000 രൂപയാണ്. നെഗോഷ്യബിളാണ്, ഓൺ ടേബിളിൽ നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് ചോദിച്ചാൽ ഇതിൻ്റെ ഫൈനൽ പ്രൈസ് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. അപ്പം വേണ്ടവരെല്ലാം വേഗം തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക, ഓർഡർ ചെയ്യുക. എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് അയച്ചാൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് കാര്യങ്ങൾ ഫെസിലിറ്റി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുതരണമെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.